സന്തോഷം. ജോൺ പോൾജിക്ക് ഈ കഥാപാത്രം എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടതിന് വളരെ സന്തോഷമുണ്ട്. എനിക്കതിലിങ്ങനെ കൂടെ ചേരാൻ പറ്റിയതിൽ. അത് എന്നെ സംബന്ധിച്ച് കുറേ പടങ്ങൾ, കുഞ്ഞു കുഞ്ഞു പടങ്ങളിങ്ങനെ വലിയ വലിയ വേഷം കിട്ടും. അതൊക്കെ ഷൂട്ടിംഗ് തീരുമ്പോഴേ അവരുടെ ആവേശം തീരും. അപ്പോൾ പലരിലും എത്താതെ പോകും. അപ്പോൾ അത് ഒരു സിനിമ ഉണ്ടാക്കുന്നതിനപ്പുറം അത് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കാഴ്ചക്കാരിൽ എത്തിക്കുന്നത് വരെ അവർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. അത് പലയിടത്തും കാണാൻ പറ്റാത്ത കാര്യമാണ്. അത്രയും ഊർജ്ജമുള്ളൊരു ടീമിൽ വന്നു ചേർന്നതിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഞാനല്ല, അതിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അതിൽ ഏറ്റവും അധികം ജോൺ പോൾജി തന്നെ ആയിരിക്കും. ഓരോ സീനും ഡയലോഗും പഠിപ്പിച്ച് അത് മ്യൂസിക്കും പാട്ടും ഒക്കെ ഇട്ടാണ് നമ്മളെ ഓരോ മൂമെൻറ്റും ചെയ്യിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഉള്ള ആ ഒരു മൂഡ് തന്നെ അഭിനയിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തരുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വളരെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഇന്ദ്രൻ സേട്ട. ഇത്രയധികം വർഷങ്ങളായിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നതിനും ചിന്തിപ്പിക്കുന്നതിനും ഒക്കെ താങ്ക് യു സോ മച്ച്. ഔസേപ്പച്ചൻ സർ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ ഗ്രേറ്റർ ഫിലിം ദൻ എ ഗ്രേറ്റ് ഫിലിം. ഇത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സംഗീത സംവിധായകനെന്ന നിലയ്ക്ക് പറഞ്ഞതാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഒരു കിണർ ഉള്ള ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ലേ സിനിമയെക്കുറിച്ചിട്ട്. അങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് കയറി ഇൻ്റർവെല്ലായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സംശയം ജനിച്ചു പെട്ടെന്ന്. കാരണം നോട്ട് ദ കൈൻഡ് ഓഫ് സിനിമ, ബട്ട് പ്രമേയം കൊണ്ട് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമാ കഥ എന്നുള്ള നിലയ്ക്ക് പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമ ഉദയനാണ് താരം. അയ്യോ, അപ്പം അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ. നത്തിങ് ഹാപ്പൻഡ്. ഇറ്റ് ടോട്ടലി ട്വിസ്റ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് വേറൊരു ദിശയിലേക്ക് തിരക്കഥ ജോൺ കൊണ്ടുപോയി. അത് ഇതിനു മുമ്പ് കാണാത്ത ഒരു ദിശയാണ്. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതെവിടേക്കാണ് പോകണമെന്ന് മനസ്സിലാവും. പക്ഷെ മനസ്സിലായി വരുമ്പോഴാണ് ഇത് സിനിമ എന്താണെന്ന് അവസാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം ദ ഡയറക്ടർ. ഒരു മുൻവിധിയും വെച്ചിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. സാധാരണ ഒരു സിനിമ കാണുന്ന എല്ലാവരും പ്രേക്ഷകർക്ക് ഉണ്ടാവും ഒരു സിനിമ ഇങ്ങനെയായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി കാണും. പല അഡ്വർടൈസ്മെൻറ്റും ഇതിൻ്റെ ട്രailer കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. സിനിമ മൊത്തം കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൽ എവറിഥിങ് വാസ് പെർഫെക്റ്റ്, എവറിഥിങ് വാസ് ഗ്രേറ്റ്. പക്ഷേ എല്ലാത്തിലുപരി പറയേണ്ടത് എൻ്റെ സുഹൃത്ത് ഇന്ദ്രൻസ്. ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കാലത്തല്ല, എന്നെക്കാളും ജൂനിയറായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും യെസ് ഡൺ എ മാർവലസ് ജോബ്. ഇനിയൊരു പകരം മറ്റൊരാളെ കൊണ്ട് ഈ റോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായകനും കൂടിയുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. മേ ബി ഇന്ദ്രൻസ് ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗഹനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് നമ്മുടെ ജോൺ പോളിനോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു ശത്രുത ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ജോൺ പോൾ സ്ഥിരം ചെയ്യുന്നപ്പോൾ എൻ്റെ കൂടെ വളരെ നന്നായിട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫ്ലൂട്ടിസ്റ്റ് പയ്യനുണ്ടായിരുന്നു, വിഷ്ണു. അവനെ പിടിച്ച് മ്യൂസിക് ഡയറക്ടറാക്കി. പിന്നെ എനിക്ക് ഫ്ലൂട്ട് വായിക്കാൻ പറ്റാണ്ടായി. ഇപ്പം 2 കൊല്ലമായിട്ട് 10 കൊല്ലത്തിലും മേലെ എൻ്റെ കൂടെ കീബോർഡ് വായിച്ചിരുന്ന ഇറ്റ് ഈസ് എ പാഷനേറ്റ് മ്യൂസിഷ്യൻ, ഭയങ്കര ഡെഡിക്കേറ്റ് മ്യൂസിഷ്യൻ, അജീഷ് ആൻഡോ. ഐ വാസ് ഡിപ്പെൻഡിങ്. കാരണം നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരാൾ നമ്മളുടെ കൂടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ അജീഷ് ആടിനെയും പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇനിയിപ്പോൾ ആരെയാണ്, ഇനിയിപ്പോൾ എന്നെ മാത്രമേ കൊണ്ടുപോകാണ്ടുള്ളൂ. ഞാൻ ആരെങ്കിലും പിടിച്ചൊന്ന് കുറച്ച് ട്രെയിൻ ചെയ്ത് എൻ്റെ കൂടെ വളർത്തി വരുമ്പോൾ അപ്പോൾ പിടിച്ചു കൊണ്ടുപോകും മാത്രമല്ല അവരെ ഒരു വലിയ
പ്രശസ്തിയിലേക്കും വിജയകരമായിട്ടുള്ള അവരുടെ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് അവരെ കരകയറ്റി വിടുന്നുണ്ട്. പിന്നെ അവരെ തിരിഞ്ഞു നോക്കിയാൽ എത്ര വിളിച്ചാലും പിന്നെ അവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു നഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന് പകരം എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും. അത് ഈ അവസരത്തിൽ പറയുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം. ജോൺ, this will be his third victory.